ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഇടുക്കി അടിമാലി എളംപ്ലാശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് കാട്ടാനയുടെ അക്രമത്തിൽ വീട് തകർന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഫോറസ്റ്റ് സ്റ്റേഷൻ കയ്യേറി. ഗ്യാസും പെട്രോളും തുറന്നുവിട്ട് ആത്മഹത്യാ ഭീഷണിയുമായി നാട്ടുകാർ. ഇടുക്കി അടിമാലിയിൽ എളംപ്ലാശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ കയ്യേറി നാട്ടുകാർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെ വൻ പ്രതിഷേധമാണ് സ്ഥലത്ത്. ആദിവാസികൾക്കായി അനുവദിച്ചു നൽകിയ കെട്ടിടം ഫോറസ്റ്റ് കയ്യേറുകയും ഇവർക്ക് യാത്ര പോലും നിഷേധിക്കുന്ന നിലപാടാണ് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരും മറ്റധികാരികളും കൈക്കൊള്ളുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പെട്രോളും ഗ്യാസും തുറന്നുവിട്ട് ആത്മഹത്യ ചെയ്യുമെന്നും ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങില്ല എന്ന നിലപാടിലുമാണ് നാട്ടുകാർ. സംരക്ഷണ സമിതിയുടെ കെട്ടിടമാണ് ഞങ്ങളുടെ. അതായത് ഞങ്ങൾക്ക് തൈര് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു പരിപാടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പണിതിട്ടേക്കണേ. ഇതിപ്പോ അവര് ചെക്ക് പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മളിവിടെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്തില്ല. ഇപ്പൊ കുറച്ചുകൂടി തന്നെ 1500 അടുത്ത് വീടുകളുണ്ട് അവിടെ. ഒരു ആദിവാസി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അവർക്കൊന്ന് ആശുപത്രി പോകണമെങ്കിൽ ഒന്നെങ്കിൽ അടിമാലി ഇല്ലെങ്കിൽ കോതമംഗലം കോട്ടത്തിന് പോകേണ്ട എമർജൻസി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിക്കൂടെ അവരെങ്ങനെ വരും? ഞങ്ങളുടെ മെഷീനല്ല ഇതേ തയ്യൽ മെഷീൻ തൊട്ട് സകല സാധനം ഞങ്ങളുടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവരിതെല്ലാം ഇതിനകത്ത് വെച്ച് പൊത്തിപ്പിടിച്ചിരിക്കുക. ആദിവാസിക്ക് ഇതിനകത്ത് കയറത്തുമില്ല, ഒരു കാര്യങ്ങളും ചോദിക്കത്തുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നടപടി. പിന്നെ നമ്മൾ എന്നെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ കുറച്ചുകൂടിക്കുള്ള വഴി. കെട്ടിടം ഞങ്ങളുടെ ആദിവാസിയുടെ എന്തോ ഇത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്മിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പൊതുയോഗം കൂടുവോ അല്ലെങ്കിൽ ഊരുകൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തൈല് പഠിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കള് പരമ്പ നെയ്യാൻ മോറം കൊട്ട അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ തേന് കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മരവിഭവങ്ങൾ കൊണ്ടുവന്ന് ശേഖരിക്കാനുള്ള കെട്ടിടമാണ് ഇത്. ഇല്ല ഇത് അവർക്ക് യാതൊരു ഫോണില്ല ഇതിനകത്ത്. ഇത് നമുക്കുള്ള കെട്ടിടമാണ്, ഞങ്ങളുടെയാണിത്. ഇപ്പൊ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടോ? കടന്നു പോകാൻ പറ്റില്ല. എന്താ അവര് പറയുന്നത്? അവര് പറഞ്ഞ വണ്ടി കടത്തിവിടിയല്ലോ. കുറച്ചുകൂടിക്ക് പോകുന്നതിന് തടസ്സമുണ്ടോ? ഞങ്ങളുടെ സ്ഥലമെല്ലാം അവിടെ കിടക്കും. ഞങ്ങൾക്ക് നടന്നു പോകാം, അല്ലാതെ വണ്ടി കൊണ്ട് പോക്കൊന്നും നടക്കും. വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്നുള്ള ഈ എന്തെങ്കിലും ഒരു രോഗിനെ എന്തെങ്കിലും രോഗമുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എന്ത് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇപ്പൊ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കടത്തി വിട്ടില്ല. ഒന്നെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കിടക്കും, കിടന്നിട്ട് ആനയെ മാറ്റി അല്ലെങ്കിൽ ആന മാറുന്ന സമയം നോക്കിയിട്ട് മണിക്കൂറോളം നോക്കി നിന്നിട്ട് നമുക്ക് കടന്നു വരാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു തരാം? സഹായം ചെയ്തിട്ടില്ല. ആണോ? ഈ ഫോറസ്റ്റിന്റെ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാണല്ലോ അവര് അറിയാൻ കഴിയുന്നത്. ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുണ്ട്. പക്ഷെ ഫോറസ്റ്റിൽ നിന്ന് നമുക്കൊരു രോഗി ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം, അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി അങ്ങനെയുള്ള അവിടുത്തെ ആവശ്യങ്ങള്, അല്ലെങ്കിൽ വണ്ടി, ഇപ്പൊ ഒരു ആശുപത്രി പോകാനായിട്ട് വണ്ടി, ആ വണ്ടി നമുക്ക് ഒരു വണ്ടി വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വണ്ടിക്കൂലിയൊക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. ഇതുവരെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഫോറസ്റ്റിന്റെ സഹായം കിട്ടിയിട്ടില്ല. 1 രൂപ പോയിട്ട് ഒരു വാക്കുകൊണ്ട് പോലും. ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിങ്ങളെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഞങ്ങളുടെ മെഷീൻ കിടപ്പുണ്ട്, പിന്നെ കുറെ സാധനങ്ങളുണ്ട്. ഈ തയ്യൽ മെഷീന് എന്തിനു തന്നത്? ആര് തന്നാണ്? അത് ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് തന്നില്ല, നിങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ തേൻ എടുക്കണം. തേൻ നമ്മൾ ശേഖരിച്ചിട്ട് തേൻ ഇങ്ങനെ അതായത് റാട്ട് അവിടെ നിർത്തിയിട്ട് തേൻ തൊള്ളി മാത്രം ഇങ്ങനെ എടുക്കണം മെഷീൻ. ആ മെഷീൻ ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് ഇരിക്കണം. അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരുന്നില്ല. എന്താ അവര് ചോദിക്കുമ്പോ പറയുന്നത്? അവിടെ ഇല്ലെന്നാ പറഞ്ഞത്. ചോദിക്കാൻ പോകാൻ നമ്മളിപ്പോ അങ്ങോട്ട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 വണ്ടി പോലീസുകാരും കൊണ്ടല്ലേ വന്നെ. ഇപ്പൊ തന്നെ കണ്ടോ, നമ്മള് 4-3-7 പേര് വന്നപ്പോ കണ്ടോ എത്ര വണ്ടി പോലീസുകാരെ വന്നപ്പോ. എത്ര വണ്ടിക്ക് പോലീസുകാരെ? നമ്മളെ പേടിച്ചിട്ടാണോ? നമ്മളൊന്നും ചെയ്യാൻ ഇവര് വന്നല്ലേ. നിലവില് ഇവര് നിങ്ങൾക്ക് ഫണ്ടുകളുണ്ട്, ഫോറസ്റ്റിന്റെ ഒരുപാട് ഫണ്ടുകൾ ആദിവാസികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. എന്താ ഇവരോട് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? ഒരു പാർലയും പണിയില്ല, ഒരു പ്ലാന്റേഷനിലെ ഒരു പണിയില്ല, ഒരു തൈ വെക്കലോ വനം പിടിപ്പിക്കലോ ഒന്നുമില്ല. ഈത്ത വെട്ടുണ്ടോ? ഒന്നുമില്ല. ഫോറസ്റ്റിലെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു തൊഴിലും തരത്തില്ല? ഒരു തൈലും തരത്തില്ല. നമുക്ക് ഫണ്ടുകളുണ്ട്, സർക്കാരിൽ നിന്ന്. ഇതിന്റെ വിവരങ്ങൾ നിങ്ങൾ വേറെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടോ? ആരും ധരിപ്പിച്ചിട്ടില്ല. അല്ല, നമ്മുടെ നിങ്ങളുടെ ഒരു കൂട്ടത്തെ അതുപോലെയുള്ള എന്തെങ്കിലും സംഘടന, VSSന്റെ സംഘടന അങ്ങനെയുള്ള ആളുകളില്ലേ ഇവിടെ?
അപ്പൊ അവരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അവരറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയണില്ലല്ലോ, ഇവര് അത് അറിയിക്കുന്നില്ലല്ലോ. നമുക്ക് ഫണ്ടുകൾ വരുന്നുണ്ടെന്നോ ഫണ്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നും പറയണില്ലല്ലോ. ഒന്നും ഇവര് നിങ്ങളെ അറിയിക്കാറില്ല. പോലീസ് സന്നാഹവും ഫയർഫോഴ്സ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രശ്നം സംഘർഷത്തിലേക്ക് എത്തിയാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന ആശങ്കയിൽ പ്രശ്നം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പ്രദേശവാസികൾ ഇതിനോട് അടുക്കാത്ത സമീപനമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം എളമ്പളശ്ശേരി പ്രദേശത്ത് കാട്ടാനാക്രമത്തിൽ പ്രദേശവാസികളുടെ വീടുകൾ തകർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജില്ലയിൽ വന്യജീവികളുടെ അക്രമത്തിൽ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗ നിലപാടുകളിൽ ജില്ലയിൽ പ്രതിഷേധം വ്യാപകമാണ്. ജസ്റ്റിൻ കുളങ്ങര, AM ന്യൂസ് നെറ്റ്വർക്ക്, അടിമാലി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.